Hi students, next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യുന്നു. രണ്ടും along പോസിറ്റീവ് എക്സ് ആക്സിസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ് ആണ്. രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്. A ആംപ്ലിറ്റ്യൂഡ് ആണ് രണ്ടിനും ഉള്ളത്. വേവ് ലെങ്ത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ വേവിന്റെ ലെങ്ത് λ1 എന്നും രണ്ടാമത്തെ വേവിന്റെ വേവ് ലെങ്ത് λ2 എന്നും എടുക്കുന്നു. അത് രണ്ടുപേരുടെയും വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ സെയിം ആണ്, ദാറ്റ് ഈസ് v. അങ്ങനെയുള്ള രണ്ട് വേവ്സിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ബിഹേവിയർ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നോക്കുക, ടു വേവ്സ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ബട്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ് വേവ് ലെങ്ത്സ് λ1 and λ2 traveling with the same speed v along the x direction, positive x direction, are to superimpose. അപ്പോൾ നമുക്ക് വേവുകളുടെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം അല്ലേ? along positive x axis പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ y1 is equal to a sin 2 pi by lambda x minus vt ആണ്. ഓക്കെ, ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഫ്രം ദ മെയിൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേവിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. y1 is equal to a ആംപ്ലിറ്റ്യൂഡ് sin 2 pi by lambda 1 ആണ് വേവ് ലെങ്ത് into x minus vt ആണ്. v വെലോസിറ്റിയിലാണ് പോകുന്നത്. y2 സെക്കൻഡ് വേവിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾസിനുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ ആണ് y2 is equal to a sin 2 pi by lambda 2 x minus vt. കാരണം അതിന്റെ വേവ് ലെങ്ത് lambda 2 ആണ്, ആംപ്ലിറ്റ്യൂഡ് a ആണ്, വെലോസിറ്റി v ആണ്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്നിങ്ങനെ കൊടുക്കും. ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യാം. x എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആയിരിക്കും അല്ലേ? ഇപ്പൊ മീഡിയത്തിൽ ഈ രണ്ട് വേവ്സ് കൂടി ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റുകളുടെ സം ആയിരിക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിസൾട്ടന്റ് വേവ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ total displacement produced by the superposition of these two waves in the medium y is equal to y1 plus y2 ആയിരിക്കും. It is the displacement in combined wave. Combined wave ലെ particles ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്. ഓക്കെ, നമുക്കറിയാലോ ഡിസ്പ്ലേസ്മെന്റ് is a function of distance from origin and time. y എന്നുള്ളത് യഥാർത്ഥത്തിൽ y of xt ആണ്. ഓക്കെ, that is equal to എത്ര വരിക? ഇവിടെ y1 ന്റെ സ്ഥാനത്ത് a sin 2 pi by lambda x minus vt കൊടുക്കുന്നു. y2 ന്റെ സ്ഥാനത്ത് a sin 2 pi by lambda 2 x minus vt കൊടുക്കുന്നു. a കോമൺ ആണ്, ആഡ് ചെയ്യുമ്പോൾ can be taken outside. ബാക്കി y is equal to a into sin 2 pi by lambda x minus vt plus sin 2 pi by lambda 2 x minus vt എന്ന് കൊടുക്കും. that is equation number 3 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പൈൻഡ് വേവിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? കമ്പൈൻഡ് വേവിന്റെ വേവ് ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പൈൻഡ് വേവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുക, അതായത് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ആ ഷേപ്പ് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, കമ്പൈൻഡ് വേവ് മൂവ്സ് ലൈക്ക് അൺചേഞ്ച്ഡ് ഷേപ്പ് അല്ലേ? ഒരു അൺചേഞ്ച്ഡ് ഷേപ്പ്, ഇതൊരു ഷേപ്പാണ്. ആ ഷേപ്പ് ഇങ്ങനെ ആ സിസ്റ്റത്തിൽ ഇങ്ങനെ അല്ലേ? ഇപ്പോൾ സ്ട്രെച്ച് സ്ട്രിംഗ് ആണെങ്കിൽ അതിലിങ്ങനെ എന്ത് ചെയ്യും? ആ ഷേപ്പ് മാറാതെ ആ ഷേപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദിസ് ഇക്വേഷൻ അല്ലേ? നമുക്ക് ഫിഗറിൽ കാണിക്കുന്നത് പോലെയാണ് നമുക്ക് റിസൾട്ടന്റ് വേവ് കിട്ടുക. കമ്പൈൻഡ് വേവ് മൂവ്സ് ലൈക്ക് എ അൺചേഞ്ച്ഡ് ഷേപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു അൺചേഞ്ച്ഡ് ഷേപ്പ് ആയിട്ടായിരിക്കും കമ്പൈൻഡ് വേവ് മൂവ് ചെയ്യുക. ഇനി നോക്കുക, ഇവിടെ t is equal to 0 അല്ലേ? അതായത് ജസ്റ്റ് ഈ വേവ് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ കമ്പൈൻഡ് വേവ് ജസ്റ്റ് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ എങ്കിൽ നമുക്ക് t is equal to 0 ഇനീഷ്യൽ ആണ്, ബിഗിനിങ് ടൈമിൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? y of xt എന്നുള്ളത് y of x0 എന്ന് എഴുതാം അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? t ക്ക് 0 കൊടുക്കണം. അപ്പൊ ഈ ടേം മൈനസ് vt അല്ലേ? രണ്ട് മൈനസ് vt പോകും, 0 ആയിട്ട് പോകും. ബാക്കി ഉണ്ടാവും y of x0 is equal to a sin 2 pi by lambda 1 x plus എന്ത് വരും? sin 2 pi by lambda 2 x വരും അല്ലേ? a sin 2 pi by lambda 1 x plus sin 2 pi by lambda 2 x എന്ന് വരും. ഓക്കെ, y of x0 is equal to a sin 2 pi by lambda 1 x plus sin 2 pi by lambda 2 x. ഇവിടെ 1 by lambda 1 1 by lambda 2 എന്നൊക്കെ പറയുന്നത് വേവ് നമ്പേഴ്സ് ആണ്. റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത് പറയുന്നത് വേവ് നമ്പർ k ആണ്. 1 by lambda 1 k1 എന്നും 1 by lambda 2 k2 എന്നും കൊടുക്കാം. these are the wave numbers here. so y of x0 is equal to a sin 2 pi 1 by lambda 1 ന് k1 കൊടുക്കുന്നു. അപ്പോൾ 2 pi k1x plus sin 2 pi k2x എന്ന് വരും അല്ലേ? y of x0 is equal to a sin 2 pi k1x plus sin 2 pi k2x എന്ന് വരും. that is equation number 4 എന്ന് കൊടുത്തു. ഇനി ട്രിഗണോമെട്രിക് സ്ഥലത്ത് നമുക്ക് sin a plus sin b നമുക്കറിയാം. that is 2 sin a plus b by 2 cos a minus b by 2 ആണ്.
ഇവിടെ ഇക്വേഷൻ 4 sin 2π k1x plus sin 2π k2x ഈ ഒരു ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എത്ര വരിക? ഇവിടെ a യുടെ സ്ഥാനത്ത് 2π k1x ആണ്, b യുടെ സ്ഥാനത്ത് 2π k2x ആണ്. അപ്പോൾ നമുക്ക് sin ഒരു sin 2π k1x plus 2π k2x by 2 cos 2π k1x minus 2π k2x by 2 എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ sin 2π k1x plus 2π k2x എന്ന് പറയുമ്പോൾ 2π k1 plus k2x by 2 2 പോകും. അപ്പോൾ ഇവിടെ 2 sin pi k1 plus k2x ആയിരിക്കും ഉണ്ടാവുക. cos അതേപോലെ തന്നെ 2π k1x minus 2π k2x by 2 ആണ്. 2π കോമൺ k1 minus k2x by 2 2π ത്തെ 2 ഉം താഴത്തെ 2 ഉം പോയിട്ട് pi k1 minus k2x ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് a into 2 sin pi k1 plus k2x into cos pi k1 minus k2x ആയിരിക്കും കിട്ടുക. നമുക്ക് അങ്ങനെ വരും sin 2π k1x plus sin 2π k2x എന്ന് പറയുന്നത് 2 sin pi k1 plus k2x cos pi k1 minus k2x ആണ് വരിക. അത് ഇക്വേഷൻ നമ്പർ 4 ൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y of x0 is equal to 2a sin pi k1 plus k2x cos pi k1 minus k2x കിട്ടും. that is equation number 5. അപ്പോൾ ഇതാണ് ഒരു കമ്പൈൻഡ് വേവിന്റെ വേവ് ഇക്വേഷൻ അല്ലേ. കമ്പൈൻഡ് വേവിന്റെ വേവ് ഇക്വേഷൻ, കമ്പൈൻഡ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് 2a cos pi k1 minus k2x എന്ന് പറയുന്നത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. 2a cos pi k1 minus k2x എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. sin pi k1 plus k2x ഉണ്ട് അല്ലേ. sin pi k1 plus k2x അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫേസിനെയുമാണ്. ഓക്കേ, അപ്പോൾ 2a cos pi k1 minus k2x എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. അപ്പോൾ നോക്കിയോക്കെ അതൊരു ഹാർമോണിക് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് വാരീസ് ഹാർമോണിക്കലി വിത്ത് ഡിസ്റ്റൻസ് അല്ലേ. ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഹാർമോണിക്കലി വാരി ചെയ്യുന്ന ആളാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ തന്നെ ഇതിനകത്ത് ആംപ്ലിറ്റ്യൂഡ്സ് വരുന്നത് നോക്ക് എങ്ങനെയാണ് വാരി ചെയ്യുന്നത് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ വാരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന sin pi k1 plus k2x എന്ന് പറയുന്നത് ഫേസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ pi k1 plus k2x എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഓഫ് ദിസ് കംപ്ലീറ്റ് വേവ് ആണ്. നോക്കുക, here 2π cos pi k1 minus k2x is amplitude of wave which varies harmonically with displacement. നമ്മൾ ബീറ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ബീറ്റ്സ്, ആ ബീറ്റ്സിലും അങ്ങനെ തന്നെയാണ്. ആംപ്ലിറ്റ്യൂഡ് വാരീസ് ഹാർമോണിക്കലി വിത്ത് ഡിസ്റ്റൻസ് ആയിരുന്നില്ല, വിത്ത് ടൈം ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ബീറ്റ്സിൽ ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്യുന്നത് ഹാർമോണിക്കലി വിത്ത് ടൈം ആണെങ്കിൽ ഇവിടെ ഈ ഒരു കേസിൽ ഈ കമ്പൈൻഡ് വേവിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് വാരീസ് ഹാർമോണിക്കലി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആണ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ pi k1 plus k2x എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ് എന്ന് കാണാം. അപ്പോൾ ഇതാണ് കമ്പൈൻഡ് വേവിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു രണ്ട് വേവ്സ് ഈ രീതിയിൽ സൂപ്പർ പൊസിഷൻ വിധേയമായി കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഷേപ്പ് x ആക്സിന് ലോങ്ങായിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഏകദേശം ഒരു ബീറ്റിന്റെ പോലെയാണ്. ബീറ്റില് ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്യുന്നത് വിത്ത് ടൈം ആണ് അല്ലെ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്യുന്നത് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നൊരു വ്യത്യാസം ഉണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കമ്പൈൻഡ് വേവിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ രണ്ട് സക്സസീവ് സീറോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു സക്സസീവ് സീറോ ആണ്. ശരിക്കും ഇതിന്റെ പുറമേയുള്ള ഈ വേവ് പാക്കറ്റ് കണ്ടോ, ഒരു എൻവലപ്പ് കണ്ടോ, ആ എൻവലപ്പാണ് നമ്മൾ റിസൾട്ടന്റ് വേവ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ, ഈ എൻവലപ്പാണ് കണ്ടോ, ഈ എൻവലപ്പാണ് കോൺസ്റ്റന്റ് ഷേപ്പ്, അതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ എൻവലപ്പാണ് ശരിക്കും റിസൾട്ടന്റ് വേവിന്റെ ഇൻഫർമേഷൻ നൽകുന്നത്. അപ്പൊ നമ്മൾ ആ എൻവലപ്പില് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് സക്സസീവ് സീറോസ്, ഒരു സക്സസീവ് സീറോ ആണ്, ഒരു സക്സസീവ് സീറോ ആണ്. ആ സക്സസീവ് സീറോന്റെ ഇടയിലുള്ള ഒരു സെപ്പറേഷൻ ഡി ആണ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആ സക്സസീവ് സീറോന്റെ ഇടയിലുള്ള ആ ഫേസ് ഒരു ആംപ്ലിറ്റ്യൂഡ് സീറോ എന്ന് പറയുമ്പോൾ ഇതാണ്. രണ്ടിലും ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് 2a cos pi k1 minus k2x എന്ന് പറയുന്ന സാധനം എന്താണ്, സീറോ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ pi k1 minus k2x ആണ് ഇവിടുത്തെ പിന്നെ ആ ഒരു ഇനീഷ്യൽ ഫേസ്, അതായത് ഈ ആംപ്ലിറ്റ്യൂഡിലെ ഒരു ഫേസ് പാർട്ടാണ് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ pi k1 minus k2x എന്ന് പറയുന്നത് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ഡി കൊടുക്കുകയാണ് അല്ലെ. ആ സമയത്ത് pi k1 minus k2x എന്ന് പറയുമ്പോൾ എത്രയാ വരിക, ഫേസ് നോക്കുകയാണെങ്കിൽ ഫേസ് പാർട്ടാണ് വരുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെ വാരിയേഷനിൽ
ഒരു ഫേസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡിലെ ഒരു ഫേസ് വാരിയേഷൻ, ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേവ്സ് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് മൊത്തത്തിലുള്ള ഫേസ് ആണ് ഇത് റിസൾട്ടിന് വരുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡ് ഓരോ ഈ എൻവലപ്പിനകത്തുള്ള ആംപ്ലിറ്റ്യൂഡ്സിന്റെ അല്ലേ ഒരു ഫേസ് വാരിയേഷൻ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഈ പൈ k1 - k2 x എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് d അല്ലേ, ഇതാണ് d. ആ d is equal to എത്ര ഇവിടെ വരുന്നത് പൈ ആണ്. ഓക്കെ, അപ്പൊ d അല്ല ആ ഫേസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഫേസ് എന്ന് പറയുന്നത് പൈ k1 - k2 x ന്റെ സ്ഥാനത്ത് d കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്ന് പറയും. ഇത് മൊത്തത്തില് 2π ആണ്. ഓക്കെ, ഇത്രയും എന്താണ് പൈ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം db ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് സീറോസ് ഇറ്റ് കറസ്പോണ്ട്സ് ടു പൈ k1 - k2 x ന്റെ സ്ഥാനത്ത് d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് പൈ ആണ്. ഓക്കെ, ഇനി അപ്പോൾ അതിന് പൈ പോയി d ഇവിടെ നിർത്തി k1 - k2 അങ്ങോട്ട് കൊണ്ടുപോയാൽ d is equal to നമുക്ക് 1/k1 - k2 കിട്ടും. k1 ന് 1/λ1 k2 ന് 1/λ2 കൊടുത്തു കഴിഞ്ഞാൽ d is equal to നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും λ2 - λ1 into by λ1 λ2 λ1 λ2 കൊടുക്കും. അപ്പോൾ d is equal to λ1 λ2 by λ2 - λ1 കിട്ടും. ഇവിടെ ഈ രണ്ട് കമ്പയർ ചെയ്ത രണ്ട് വേവ്സിന്റെയും വേവ് ലെങ്ത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. λ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു λ2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു λ1 കൊടുക്കാം. പിന്നെ λ2 - λ1 ചെറിയൊരു വേവ് ലെങ്ത് ഡിഫറൻസ് ആണ് ഡെൽറ്റ λ1 കൊടുക്കാം. അപ്പോൾ d is equal to നമുക്ക് λ² by ഡെൽറ്റ λ എന്നാണ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രണ്ട് സക്സസീവ് സീറോസ് അതിന്റെ ഇടയിൽ എത്ര വേവ് ലെങ്ത്സുകൾ കണ്ടോ, ഒരു വേവ് ലെങ്ത് ആണ്, ഇതൊരു വേവ് ലെങ്ത് ആണ്, എത്ര വേവ് ലെങ്ത്സുകൾ കൺഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്യാൻ പറ്റുന്നറിയോ, ഒരു വേവ് ലെങ്ത് ലാംഡയാണ്, നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് കൺഫൈൻ ചെയ്യാൻ എന്ത് ചെയ്യാം ഈ ലെങ്ത് ബൈ ലാംഡ ചെയ്താൽ മതി അല്ലേ. നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് കൺഫൈൻഡ് ബിറ്റ്വീൻ സക്സസീവ് സീറോസ് d by lambda that is approximately equal to എന്ത് എഴുതാം λ² by delta lambda by lambda വരും, that is lambda by delta lambda. അപ്പോൾ നമുക്ക് രണ്ട് സക്സസീവ് സീറോസിന്റെ ഇടയിൽ ഇത്രയും വേവ് ലെങ്ത്തുകൾ അല്ലേ കൺഫൈൻ ചെയ്തിട്ടുണ്ടാവും, ലാംഡ ബൈ ഡെൽറ്റ ലാംഡ വേവ് ലെങ്ത്തുകൾ കൺഫൈൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഈ ഒരു റിസൾട്ടന്റ് വേവ് നമുക്ക് കിട്ടിയത് ഈ രീതിയിൽ കിട്ടിയത് നമ്മൾ അവിടെ ആ ഇക്വേഷനിൽ t is equal to 0 കൊടുത്തപ്പോഴാണ്. ഓക്കെ, ബിഗിനിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ, ഒറിജിനല് അതായത് x is equal to 0 x is equal to 0 x 0 ആയിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഇക്വേഷനിൽ. phi of x is equal to a sin 2π by lambda 1 x minus vt plus sin 2π by lambda 2 x minus vt യിൽ x 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, y of 0t ആണ്, that is equal to ഇത് ചെയ്യുമ്പോൾ നമുക്ക് a into sin 2π by lambda minus vt, that is sin minus theta minus sin theta ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, a into minus sin 2π by lambda vt plus ഇവിടെ അതുപോലെ തന്നെ വരും minus sin 2π by lambda 2 vt വരും, മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ y of 0t is equal to minus a into sin 2π by lambda vt plus sin 2π by lambda 2 vt എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക v by lambda എന്ന് പറയുന്നത് എന്താണ്, nu1 ആണ്, ഫ്രീക്വൻസി ആണ്, v by lambda 2 nu2 ആണ്. അപ്പോൾ 2π nu1 2π nu2 ആണ് 2π v by lambda 2π v by lambda 2. ഓക്കെ, അപ്പോൾ അത് യഥാർത്ഥം എന്താണ്, ω1 ω2 ആണ്. 2π nu എന്ന് പറയുന്നത് ഒമേഗയാണ്, ലംബ ഫ്രീക്വൻസി ആണ്. അപ്പോൾ 2π v by lambda 1 ω1 ആണ്, 2π v by lambda 2 ω2 ആണ്. അപ്പോൾ നമ്മുടെ y of 0t എങ്ങനെയായിട്ട് മാറും നോക്ക്, മൈനസ് a sin ω1t പ്ലസ് sin ω2t എന്നായിട്ട് മാറും. ഇവിടെ നമുക്ക് sin a പ്ലസ് sin b that is equal to sin a plus b by 2 cos a minus b by 2 അപ്ലൈ ചെയ്യാം. ഇവിടെ സ്ഥാനത്ത് ω1t ആണ്, b സ്ഥാനത്ത് ω2t ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ y of 0t is equal to minus a 2 into sin ω1 plus ω2t by 2 cos ω1 minus ω2t by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, y of 0t is equal to minus 2a sin ω1 plus ω2t by 2 cos ω1 minus ω2t by 2. അപ്പോൾ ഇതിനകത്ത് minus 2a sin ω1 plus ω2t by 2 എന്ന് പറയുന്നത് minus 2a cos ω1 minus ω2t by 2 ആണ് ആംപ്ലിറ്റ്യൂഡ്. ഇത് ശരിക്കും എന്താണ്, ബീറ്റ് ഫോർമേഷൻ, ബീറ്റ് തന്നെയാണ്. ഈ രീതിയിലാണ് സൂപ്പർപോസിഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ബീറ്റ് ഫോർമേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് ആ ഒറിജിനിൽ അല്ലേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒറിജിനിൽ വെച്ചിട്ട് ഇത് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബീറ്റ് ഫോർമേഷൻ തന്നെയാണ് കിട്ടുന്നത്. ബീറ്റ് ഫോർമേഷനിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, എക്സ്പ്ലിസിറ്റ്ലി വാല്യൂ വിത്ത് ടൈം ആണ്. അപ്പോൾ നമുക്ക് -2a cos ω1 minus ω2t by 2 ആണ് അല്ലേ, ടൈമിനനുസരിച്ച് തന്നെയാണ് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് സൂപ്പർപോസിഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് ബീറ്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ഈ ബീറ്റ് ഫോർമേഷനിലെ രണ്ട് സ്പെഷ്യൽ കേസസ് ഉണ്ട്. സ്പെഷ്യൽ കേസസ് ഓഫ് ബീറ്റ് ഫോർമേഷൻ അത് നമുക്ക് നോക്കാം. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബീറ്റ് നമ്മൾ കണ്ടല്ലോ. ആംപ്ലിറ്റ്യൂഡ് പാർട്ട് ഫേസ് പാർട്ടും കണ്ടു. ബീറ്റില് ആംപ്ലിറ്റ്യൂഡ് പാർട്ട് ഇങ്ങനെ കിട്ടിയിരുന്നത് -2a cos ω1 - ω2t/2. a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ വേവ്സ് സൂപ്പർഇംപോസ്ഡ് ആണ്. ω1 ω2 അവയുടെ ആംഗുലർ ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുക എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആണ് +2a അല്ലെങ്കിൽ -2a ആയാൽ മതി മാക്സിമം അല്ലേ. അപ്പൊ നമുക്ക് ഈ cos ω1 - ω2t/2 ന്റെ വാല്യൂ +or-1 ആവുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂസ് -2a താഴത്തേക്ക് ആവുമ്പോൾ അല്ലെ +2a മുകളിലേക്ക് ആവുമ്പോൾ രണ്ട് ആംപ്ലിറ്റ്യൂഡ് സൈഡ് നമുക്ക് പരിഗണിക്കാം. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത് cos ω1 - ω2t/2 ന്റെ വാല്യൂ +or-1 ആവുമ്പോഴാണ്. എപ്പോഴാണ് ഒരു കൊസൈൻ ഫംഗ്ഷന്റെ വാല്യൂ +or- ആവുക? +or-1 ആവുക നമ്മള് 0 cos 0 1 ആണ് അല്ലെ. അതുപോലെ cos 180 1 ആണ്. ഓക്കെ, cos 360 അല്ലെ. അങ്ങനെ 180 പൈന്റെ മൾട്ടിപ്പിൾസ് ആവുന്നു. ഇവിടെ ω1 - ω2t/2 അതിന്റെ വാല്യൂ പൈന്റെ മൾട്ടിപ്പിൾസ് nπ ആവുമ്പോഴാണ് ഇതിന്റെ വാല്യൂസ് +or-1 ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ω1 - ω2t/2 is equal to nπ where n is equal to 0 1 2 3 etc. Then the value of cos ω1 - ω2t/2 become +or-1 which provides the maximum amplitude. Okay, അപ്പോൾ അങ്ങനെ എഴുതാം. ω1 - ω2t/2 equal to nπ ആണ് മാക്സിമം കറസ്പോണ്ടിങ് ആയിട്ട്. ω1 നമുക്ക് 2πu1 എന്ന് ω2 നെ 2πu2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ω1 - ω2t/2 നെ 2πu1 - u2 t/2 that is equal to nπ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൈ പോയി 2 പോയി ഈ ടീനെ അവിടെ നിർത്തി u1 - u2 മാത്രമാണ് എലക്ട്രിസിറ്റി പിന്നെ ബാക്കി ഉണ്ടാവുക. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ t is equal to n/u1 - u2 കിട്ടും. n is equal to 0 1 2 3 etc. ഇവിടെ നോക്കുക. അപ്പോൾ n ന്റെ വാല്യൂ ആദ്യം നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ t is equal to 0 വരും. 1 കൊടുക്കുമ്പോൾ 1/u1 - u2 കിട്ടും. 2 കൊടുക്കുമ്പോൾ 2/u1 - u2 കിട്ടും. അപ്പോൾ ഈ പറയുന്ന ടൈമുകളിലൊക്കെയാണ് 0 1/u1 - u2 2/u1 - u2 3/u1 - u2 ആ ടൈമുകളിലൊക്കെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഒരു ബീറ്റ് ഫോം ചെയ്യാൻ സൂപ്പർഇംപോസ് ചെയ്ത രണ്ട് വേവ്സിന്റെയും ഫ്രീക്വൻസീസ് u1 u2 തന്നിരിക്കുന്നു. അപ്പോൾ ഏതെല്ലാം ടൈമുകളിലാണ് നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് ബീറ്റിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. 0 1/u1 - u2 2/u1 - u2 3/u1 - u2 ആ ടൈമുകളിലാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം കിട്ടുന്നത്. ആംപ്ലിറ്റ്യൂഡ് become maxima at times given by t is equal to 0 1/u1 - u2 2/u1 - u2 3/u1 - u2 etc. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സക്സസീവ് മാക്സിമം ആംപ്ലിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ മാക്സിമങ്ങൾക്കിടയിൽ മാക്സിമങ്ങൾ കിട്ടാനുള്ള ടൈം ഇന്റർവെൽ നമ്മൾ കണ്ടുപിടിക്കാം. ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് മാക്സിമം, അതായത് 1/u1 - u2 -0 2/u1 - u2 -1/u1 - u2 ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് മാക്സിമം നമുക്ക് കിട്ടും. എല്ലാം എത്ര തന്നെ കിട്ടുക? 1/u1 - u2 -0 എത്രയാണ്? 1/u1 - u2 ആണ്. 2/u1 - u2 -1/u1 - u2 എത്രയാണ്? 1/u1 - u2 തന്നെയാണ്. അപ്പോൾ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് മാക്സിമം 1/u1 - u2 ആണെന്ന് കാണാം. അതാണ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് മാക്സിമയാണ് മാക്സിമം ഓർ മിനിമം. അതാണ് ഇവിടുത്തെ ബീറ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബീറ്റ് ടൈം പീരീഡ് മീൻസ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് മാക്സിമം ഓർ മിനിമം. അവിടെ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് മാക്സിമം 1/u1 - u2 കിട്ടിയ സ്ഥിതിക്ക് അത് തന്നെയാണ് ബീറ്റ് പീരീഡ്. അപ്പോൾ ബീറ്റ് പീരീഡ് ഹിയർ 1/u1 - u2 ആണ്. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബീറ്റ് പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ എത്ര വരിക? 1/u1 - u2 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ u1 - u2 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ്സിന്റെ എണ്ണം. അപ്പോൾ ഈ പറയുന്ന ബീറ്റിന്റെ കേസിൽ അത് എത്രയാണ്? u1 - u2 ആണ്. u1 ഫ്രീക്വൻസി ഉള്ള ഒരു വേവും u2 ഫ്രീക്വൻസി ഉള്ള ഒരു വേവും ഓവർലാപ്പ് ചെയ്തിട്ട് ബീറ്റ് ഉണ്ടായി. ആ ബീറ്റിനെ നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? u1 - u2 ആണ്. ഈ സെക്കൻഡ് കേസ് ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുക എപ്പോഴാണ്? ആംപ്ലിറ്റ്യൂഡിന്റെ എക്സ്പ്രഷൻ -2a cos ω1 - ω2t/2 ആണ്. ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുക ഈ cos ω1 - ω2t/2 ന്റെ വാല്യൂ 0 ആവുമ്പോഴാണ്. cos ω1 - ω2t/2 ന്റെ വാല്യൂ എപ്പോഴൊക്കെയാണ് 0 ആവുക? π/2 3/π/2 5π/2 അങ്ങനെ ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് π/2 വരുമ്പോഴാണ് അല്ലേ നമുക്ക് കൊസൈൻ ഫംഗ്ഷന്റെ വാല്യൂ 0 വരുന്നത്.
ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ ടു നമ്മൾ ഇങ്ങനെ സാധാരണ എഴുതാറുണ്ട് 2n + 1 പൈ ബൈ ടു n = 0 1 2 3 etc. n ന് 0 കൊടുത്തു കഴിഞ്ഞാൽ പൈ ബൈ ടു ആവും, n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 3 പൈ ബൈ ടു ആവും, n ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 5 പൈ ബൈ ടു ആവും. അപ്പോൾ ഒമേഗ മൈനസ് ഒമേഗ 2t ബൈ 2 ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ ടു 2n + 1 പൈ ബൈ ടു ആവുമ്പോൾ നമുക്ക് മിനിമകൾ കിട്ടും അല്ലേ, അതായത് ഈ സാധനം 0 ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒമേഗ 1 ഒമേഗ 2 2 പൈ ന്യൂ 1 2 പൈ ന്യൂ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 2 പൈ ന്യൂ 1 മൈനസ് ന്യൂ 2t ബൈ 2 = 2n + 1 പൈ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് t കാണാം. എങ്ങനെ കാണാം? ഇവിടെ നമുക്ക് പൈ പൈ പോയി അല്ലേ, പിന്നെ അവിടെ 2 2 പോകുന്നു, t നെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ള സംഖ്യകളെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നു നോക്ക്, t = 2n + 1 ബൈ 2 ന്യൂ 1 മൈനസ് ന്യൂ 2 എന്ന് കിട്ടും അല്ലേ, വേറെ n = 0 1 2 3 etc. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മിനിമ ഏതെല്ലാം ടൈമുകളിലാണ് കിട്ടുന്നത് എന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം അല്ലേ. എന്നിന് ആദ്യം 0 കൊടുക്കുക, ആ ടൈമിൽ ആംപ്ലിറ്റ്യൂഡ് മിനിമയാണ് കിട്ടുക. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1/2 ന്യൂ 1 മൈനസ് ന്യൂ 2 അല്ലേ, 0 0 1 1/2 ന്യൂ 1 മൈനസ് ന്യൂ 2. ആ സമയത്ത് മിനിമയാണ് കിട്ടുക. ഇനി അടുത്തത് എന്നിന് 1 കൊടുക്കുക, അപ്പോൾ എന്ത് വരും? 3/2 ന്യൂ 1 മൈനസ് ന്യൂ 2. ആ ടൈമിൽ നമുക്ക് മിനിമയാണ് കിട്ടുക. പിന്നെ എന്നിന് 2 കൊടുക്കുക, then 2 × 2 4 + 1 5/2 ന്യൂ 1 മൈനസ് ന്യൂ 2. അപ്പോൾ ഈ പറയുന്ന ടൈമിലുണ്ട് 1/2 ന്യൂ 1 മൈനസ് ന്യൂ 2, 3/2 ന്യൂ 1 മൈനസ് ന്യൂ 2, 5/2 ന്യൂ 1 മൈനസ് ന്യൂ 2. ഈ ടൈമുകളിലെല്ലാം നമുക്ക് ബീറ്റ്സിന്റെ മിനിമകളാണ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് മിനിമം നമ്മൾ കാണണം. എന്ത് ചെയ്താൽ മതി? ഈ സക്സസീവ് ആയിട്ടുള്ള ടൈമുകൾ നമ്മളിങ്ങനെ നമ്മൾ കുറച്ചാൽ മതി അല്ലെ, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 3/2 ന്യൂ 1 മൈനസ് ന്യൂ 2 നിന്ന് 1/2 ന്യൂ 1 മൈനസ് ന്യൂ 2 കുറച്ച് കഴിഞ്ഞാലും 5/2 ന്യൂ 1 മൈനസ് ന്യൂ 2 നിന്ന് 3/2 ന്യൂ 1 മൈനസ് ന്യൂ 2 കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 1/2 1 മൈനസ് ന്യൂ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബീറ്റ് ടൈം പീരിയഡ് ആണ് ഈ പറയുന്ന സാധനം അല്ലെ. ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് മിനിമ മാക്സിമം എന്ന് പറയുന്നത് ബീറ്റ് ടൈം പീരിയഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ബീറ്റ് ടൈം പീരിയഡ് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മിനിമകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് 1/2 1 മൈനസ് ന്യൂ 2 ആണ് കിട്ടുന്നത്. ബീറ്റ് ഫ്രീക്വൻസി അതിന്റെ റെസിപ്രോക്കൽ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ 1 മൈനസ് ന്യൂ 2 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ സെക്കൻഡ് 1 സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂ 1 മൈനസ് ന്യൂ 2 മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടുന്നത്? ന്യൂ 1 മൈനസ് ന്യൂ 2. അത് തന്നെയാണ് മിനിമം ചെയ്യുമ്പോൾ നമുക്ക് തിയററ്റിക്കലി കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.